ഈ ഞായറാഴ്ച പേതൃത്വയാ. പെട്ടെന്ന് പുതിയ തലമുറയിലെ ആളുകളൊക്കെ ചിന്തിക്കും, യുവജനങ്ങളും കുട്ടികളും ചിന്തിക്കും, പേതൃത്വേ 50 നോമ്പിൻ്റെ ഒരുക്കത്തിൻ്റെ തലേ ദിവസം, അതൊരു ഞായറാഴ്ചയാണ്, ആ ദിവസത്തെ വിളിക്കുന്നതാണ് പേതൃത്വ. സുറിയാനി വാക്കാണ്. അതിൻ്റെ അർത്ഥം അവസാനിപ്പിക്കുക, കടന്നുപോകുക, തിരിഞ്ഞു നോക്കുക. പുതിയ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ദിവസമാണ്. ഞങ്ങളുടെ പഴയകാല ജീവിതങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു പുതിയ ജീവിതശൈലി തുടരാൻ വേണ്ടി ഒരുങ്ങുന്ന ദിവസമാണ് പേതൃത്വ. പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെ പറയും, നമ്മൾ നല്ല ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ, ഇറച്ചി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം, എല്ലാ ഭക്ഷണമൊക്കെ രുചിച്ചതിന് ശേഷമൊക്കെ ഉണ്ടാക്കിയ മൺകലൊക്കെ പൊട്ടിച്ച് കളയുന്നു. കാരണം പഴയ ജീവിതങ്ങളിലേക്ക് ഇനി സ്റ്റോപ്പ്. നാളെ വിഭൂതിയുടെ ദിനം മുതൽ പുതിയ ഒരു ജീവിതം, ആത്മീയമായും ശാരീരികമായും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഒരുക്കത്തിൻ്റെ ദിവസം നടക്കുകയാണ്. ഇന്ന് വരെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തോട് ചേർത്ത് വെച്ചു. ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഇനി അതെല്ലാം വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ടായിരിക്കും പഴമക്കാരൊക്കെ ഈ മൺചട്ടിയൊക്കെ എടുത്ത് പൊട്ടിച്ച് കളഞ്ഞത്. ഇനി നോമ്പൊക്കെ കഴിയുമ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് വരണം. നാളെ മുതൽ നോമ്പ് കഴിയുന്നേക്കാളും മുമ്പ് നോമ്പ് ആരംഭിക്കുമ്പോൾ ഒക്കെ വിഭൂതിയുടെ അന്ന് മുതൽ ഒരു ആത്മീയ ഉണർവിന് വേണ്ടി നമ്മളെ ഒരുക്കുന്ന ദിവസമാണ് പേതൃത്വ. പഴയ ജീവിതങ്ങളോടൊക്കെ വിട പറഞ്ഞ് ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് ഈ പേതൃത്വ നമ്മൾ ക്ഷണിക്കുകയാണ്. പുതിയ ജീവിതം, ഒരു കടന്നുപോകലിൻ്റെ, ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പാതകളിലൂടെ ഒരു ആത്മീയമായ നവീകരണം നമ്മിലും നമ്മളുടെ കുടുംബങ്ങളും സൃഷ്ടിക്കാൻ ഈ പേതൃത്വ ദിനം നമ്മളെ ഒരുക്കട്ടെ. ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.